വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. സെമിനാരി വിദ്യാർത്ഥികളുടെ പരിശീലകനും വിശ്വാസ സത്യങ്ങളെ അവയുടെ സത്ത കൈവിടാതെ സാധാരണക്കാർക്ക് വ്യാഖ്യാനിക്കുന്നതിൽ അഗ്രഗണ്യനുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടൂളാച്ചനാണ് ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. വിശ്വാസ സത്യങ്ങളിലെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലെ 10 കൽപ്പനകൾ അവസാനിപ്പിച്ചു. 4-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. മതബോധന ഗ്രന്ഥത്തിൻ്റെ 4-ാം ഭാഗം പ്രാർത്ഥനയെക്കുറിച്ചുള്ളതാണ്. ക്രൈസ്തവ പ്രാർത്ഥന. എല്ലാ വിശ്വാസികളും എന്നും പ്രാർത്ഥിക്കുന്നവരാണ്. എങ്കിലും പ്രാർത്ഥന എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ശിഷ്യന്മാർ പോലും യേശുവിനോട് ചോദിക്കാൻ ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണം എന്ന് പറയും. അപ്പോൾ പ്രാർത്ഥന പഠിച്ചെടുക്കേണ്ടതുണ്ട്. പലതരത്തിലുള്ള പ്രാർത്ഥനകൾ നമുക്കറിയാം. മതബോധന പ്രാർത്ഥനയെക്കുറിച്ച് എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? വളരെ വാക്യം കൊണ്ട് ചെറുതാണെങ്കിലും ആശയ സമ്പുഷ്ടത കൊണ്ട് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞത്. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് യേശു പറഞ്ഞു. ഇപ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും ഞങ്ങൾ ഈ സെമിനാരി പരിശീലനത്തിലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അൽമായരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയുള്ള വൈദികരെയാണ് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ നമുക്ക് എന്നും വന്നുകൊണ്ടിരിക്കുന്ന ഉത്തരങ്ങളിൽ റിപ്പീറ്റഡ് ആൻസറാണ്. ഏറ്റവും ആദ്യം വരുന്നൊരു പ്രാർത്ഥനാ ചൈതന്യമുള്ള അച്ഛനായ മതി. അത്ര വലിയ പ്രസംഗമോ പാട്ടോ ഓർഗനൈസേഷനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരിക്കണം. അപ്പം എന്താണ് അവർ ഉദ്ദേശിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കുക അവരോട്, മുഴുവൻ നേരം പള്ളിയിലിരിക്കണോ? അല്ല, പള്ളിയിലിരിക്കണം എന്നുള്ളത് ശരിയാണ്. പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ ഉണ്ടാവണം, ജനങ്ങൾ കാണണം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ മൃഗീയമായ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകാറില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വളരെ ഞങ്ങളുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ വളരെ മനുഷ്യത്വത്തോടു കൂടെ പെരുമാറണം. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രാർത്ഥനാ ചൈതന്യം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇങ്ങനെ അടഞ്ഞുകെട്ടി ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കുറേ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുന്നതുമല്ല, ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് തൊടാവുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥന എന്നാണ് അതിലൂടെ പറയുന്നത്. അത് മനുഷ്യത്വത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് പ്രാർത്ഥന എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഓരോ മനുഷ്യനോട് ചോദിച്ചാലും ഈ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പലതും പറയും. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ആ വിഷയം വളരെ ഒരു ദാർശനിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ദൈവശാസ്ത്ര അടിസ്ഥാനത്തിൽ നിർവചിച്ച് തീർക്കാവുന്ന ഒരു വിഷയമല്ല അത്. എല്ലാവർക്കും സമ്മതമായിട്ടുള്ള ഒരു ഏക നിർവചനം ഉണ്ടാവില്ല. 1, 2 ഇത് അനുഭവത്തിൻ്റെ തലത്തിലാണ്. അനുഭവത്തിൻ്റെ തലത്തിലാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മറ്റുള്ളവരെ പറഞ്ഞ് അവതരിപ്പിക്കാനും എളുപ്പമല്ല. അനുഭവത്തിലൂടെ കടന്നു പോകുന്നവന് മാത്രമേ പ്രാർത്ഥന എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ സെമിനാരിയിൽ ധ്യാനം പഠിപ്പിക്കാനായിട്ട് മൈനർ സെമിനാരി തൊട്ട് ഓരോ തരം മെത്തേഡുകൾ, ഓരോ എങ്ങനെ നന്നായി പ്രാർത്ഥിക്കാം അതിനുള്ള മെത്തേഡുകൾ പഠിപ്പിക്കുന്ന പരിപാടികളുണ്ട്. മൈനർ സെമിനാരിയിലുണ്ട്, മേജർ സെമിനാരിലുണ്ട്. ഡീക്കന്മാരാകുന്നത് വരെ ഇതിൻ്റെ പരിശീലനം. പിന്നെ അച്ഛന്മാരായിട്ട് അവരവരുടെ സ്വന്തം ഇഷ്ടത്താലും ചിലപ്പോൾ ഓൺഗോയിങ് ഫോർമേഷൻ എന്ന് പറയും, തുടർ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എന്നും ഉണ്ട്. അപ്പോൾ കുറേ വഴികൾ പഠിച്ചതുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് നമ്മൾ എത്തൂല. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ദൈവവും നമ്മളും തമ്മിൽ നടക്കുന്ന ഒരു അനുഭവത്തിൻ്റെ ഒരു തലത്തിലുള്ള, അതേസമയം ദൈവവും ഞാനും തമ്മിലുള്ള ഒരു വെർട്ടിക്കൽ എന്ന് പറയും, ഒരു അങ്ങനെയുള്ള ഒരു ബന്ധം. അതായത് ദൈവവും ഞാൻ ഇങ്ങനെ ലംബ അടിസ്ഥാനം എന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ലംബാടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്, ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നേരെ മുകളിലേക്കും താഴേക്കുള്ള ബന്ധം, ദൈവം പിതാവ് മുകളിലാണെന്നുള്ളൊരു ചിന്തയിലാണ്. എന്നാൽ അത് മാത്രം ചെയ്താൽ പ്രാർത്ഥനയാവില്ല.
കാരണം ജനങ്ങളുമായിട്ടുള്ള ഇടപെടലും ഈ ജനങ്ങളിലും ദൈവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടലും ഒക്കെ പ്രാർത്ഥന തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഹൊറിസോണ്ടൽ തിരശ്ചീന തലത്തിലും വേണ്ട. അപ്പോൾ ഇത് ഒരു അനുഭവത്തിൻ്റെ തലത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ പറയുന്ന പ്രാർത്ഥനയെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ രണ്ട് രീതിയിലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോരുത്തരുടെയും പ്രാർത്ഥനാനുഭവങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ട് അനുഭവപ്രധാനമായതായതുകൊണ്ട് പ്രധാനമായിട്ടും നമുക്കിത് വാക്കുകൊണ്ട് പറഞ്ഞ് തീർപ്പാക്കാൻ സാധിക്കില്ല. രണ്ടാമത് പ്രാർത്ഥനയുടെ വശങ്ങൾ ഒരുപാട് വൈവിധ്യമാണ്. നമുക്ക് ഒരു നിർവചനത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരാനും പറ്റില്ല. ഒരുപാട് നിർവചനങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ, സാറും പഠിച്ചു കാണും, കാറ്റഗിസത്തിലൊക്കെ പ്രാർത്ഥന എന്നാൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ പറയുന്ന ആദ്യത്തെ ഒരു ഉത്തരം എല്ലാവർക്കും സുപരിചിതമായൊരു ഉത്തരമുണ്ട്. മനസ്സിനെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. വളരെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനൊക്കെ അതായിരിക്കും നമ്മൾ പലപ്പോഴും എഴുതുന്നത്. അപ്പോൾ അത് ഒരു സെൻറ്റ് ജോൺ ഡമസ്കീർ എന്ന് പറയുന്ന ഒരു ആളുടെയാണത്, ഒരു വിശുദ്ധൻ്റെ. മനസ്സിനെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന. ഒരു തുടക്കത്തിന് ആ ഒരു ഇതെടുക്കാം എന്നല്ലാതെ അതിലേക്ക് നമുക്ക് പ്രാർത്ഥനാനുഭവത്തെ മുഴുവൻ ചുരുക്കാൻ പറ്റൂല. കാരണം അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ചോദ്യം എന്താണ്? മനസ്സിനെ മാത്രം ദൈവത്തെങ്കിലേക്ക് ഉയർത്തിയാൽ മതിയോ? പലപ്പോഴും നമ്മൾ പറയുന്നത് ഹൃദയാംഗങ്ങളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുവിൻ എന്നാണ്. അപ്പോൾ ഹൃദയമില്ലേ, അത് മനസ്സാണോ? അപ്പോൾ വേറൊരാൾക്ക് തോന്നും ഈ ഹൃദയവും മനസ്സും മാത്രമായി എങ്ങനെ നടക്കണം? ഇന്ന് മുഴുവൻ ആക്ടിവിറ്റി നടക്കുന്നത് ബ്രെയിനാണ്. അപ്പോൾ ബ്രെയിൻ ഇതിൽ പെടണ്ടേ? അപ്പോൾ വേറെ കുറെ കൂടി ഒരു മിസ്റ്റിക് അനുഭവത്തിൽ ജീവിക്കുന്ന ആൾക്കാർ പറയും ഇത് ആത്മാവും ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ഒരു സംവേദനമാണ്, സംഭാഷണമാണ് എന്നൊക്കെ പറയുമ്പോൾ ആത്മാവ് അതിൽ വന്നു. അപ്പോൾ ഇനി വേറെ കുറേ പേര് പറയാണ് ഇതൊക്കെ പറയുമ്പോൾ ശരീരം മുഴുവൻ ദൈവത്തിൻ്റെ ആലയമല്ലേ. കൈ ഉയർത്തി പ്രാർത്ഥിക്കണം, കാല് ചാടി പ്രാർത്ഥിക്കണം, ഡാൻസ് ചെയ്ത് പ്രാർത്ഥിക്കണം, ഓടി പ്രാർത്ഥിക്കണം, നടന്ന് പ്രാർത്ഥിക്കണം. ആകപ്പാടെ ഇത് മൊത്തം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡെഫിനേഷനിലേക്ക്, ഇപ്പോൾ മനസ്സിനെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുക എന്നുള്ള കാര്യം നമ്മൾ പറയുമ്പോൾ അത് ഏതോ ഒരു യുക്തിയുടെയോ അല്ലെങ്കിൽ ബൗദ്ധികമായ ബുദ്ധിപരമായ ഒരു കാര്യം മാത്രമായിട്ട് അതിനെ കാണരുത്. ഇപ്പോൾ കൊച്ചു ത്രേസ്യയുടെ വിശുദ്ധ കൊച്ചുത്രേസ്യ ലിസിയിലെ ഫ്രാൻസിലെ, അപ്പോൾ അവിടെ കൊച്ചു ത്രേസ്യ പറയുന്ന ചില നിർവചനങ്ങൾ വളരെ വ്യത്യസ്തമാണ്. മനസ്സിനെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്നതിന് പകരം ഒരു നോട്ടം, അല്ലേ? സ്വർഗത്തിലേക്കുള്ള ഒരു നോട്ടം. അത് ഏതാണ്ട് സെന്റ് ജോൺ ഡമസ്കീർ പറഞ്ഞതിനോട് ഇച്ചിരി ചർച്ചയുണ്ട്. നമ്മളിങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കുവാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്താണ് അതിൽ ആ വിശുദ്ധ ഊന്നിയത് എന്നൊന്നും പറയാൻ ഞാനാണല്ല. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉയർത്തുന്ന ലൗകികമായ ഈ ലോകത്തിൽ നിന്നും നമ്മുടെ മനസ്സ് അലൗകികമായ ഏതൊരു കാഴ്ച കാണാൻ വേണ്ടി ഉയർത്തുന്ന ഒരനുഭവം, അതാണ് സ്വർഗത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട്. അത് ഇന്ദ്രിയമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കാണാത്ത ഏതോ ഒരു ലോകത്തേക്ക് നമ്മൾ ഇങ്ങനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതാണ് എന്ന് കൊച്ചു ത്രേസ്യ പറഞ്ഞു. പക്ഷേ ആ കൊച്ചു ത്രേസ്യ തന്നെ വേറെ ഒരു സ്ഥലത്ത് വളരെ മനോഹരമായിട്ട് അത് കൂടുതൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതും നമ്മുടെ സാർവത്രിക മതബോധന ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് പരീക്ഷണങ്ങളുടെയും സന്തോഷങ്ങളുടെയും കാലഘട്ടങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകടനങ്ങളാണ് പ്രാർത്ഥന. ഞാനത് ധ്യാനിച്ചു നോക്കുമ്പോൾ വളരെ വളരെ ആഴമുള്ള കാര്യങ്ങളാണ്. സാറത് ധ്യാനിച്ചാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യമായിരിക്കില്ല സാറ് പറയാൻ. അതായത് പരീക്ഷണങ്ങളുടെ കാലത്ത് നന്ദി തോന്നുക. ദൈവമേ, എന്നെ പരീക്ഷണങ്ങളിലൂടെ നടത്തി കൂടുതൽ പാകപ്പെടുത്തി ജീവിതത്തിനെ മെച്ചപ്പെട്ട ഒരു ആളാക്കി തീർക്കാനാണ് നീ പരീക്ഷണങ്ങൾ എന്നിലൂടെ നടത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് പരീക്ഷണങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുക എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് എത്തിപ്പിടിക്കാവുന്ന ഒരു ജീവിത ശൈലിയല്ല. നമ്മൾ പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇടറുന്നത്. തന്നെയല്ല, പരീക്ഷണങ്ങൾ പോകാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പോകാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവര് നേരെ തിരിച്ചാ.
അതെ, പരീക്ഷണങ്ങൾ വരുമ്പോൾ സന്തോഷമാണ് അവരുടെ. അവർക്ക് അവരുടെ ആ കപ്പാസിറ്റി കൂട്ടാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് അതിനെ കാണും. ദൈവം അതിനെ ഒരു വഴി തുറക്കുന്നത് പോലെയാണ്. അപ്പം നമ്മൾ ജോബിൻ്റെ ഒക്കെ ഇതിൽ നമ്മൾ കാണുന്നുണ്ട്, നീ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇനി മാറാൻ ഉദ്ദേശിക്കണില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉറപ്പിലേക്ക് വളരാനുള്ളൊരു കാര്യമായിട്ടാണ് പലരും കാണുന്നത്. പക്ഷേ ഇവിടെ കൊച്ചുറേശ് പറയണത് പരീക്ഷണങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്ന ഒരു മനസ്സ്. അതുപോലെ പരീക്ഷണങ്ങൾ പോലെ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ചില വിജയങ്ങൾ ദൈവത്തിൽ നിന്ന് നമ്മൾ ലഭിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തിലായി അപ്പോഴാണ് നമുക്ക് പലപ്പോഴും നന്ദി വരാറ്. തോൽവികളിൽ സംഭവിക്കുമ്പോൾ നമുക്ക് നന്ദിയൊന്നും വരാറില്ല. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞു, തോൽവികളും പരീക്ഷണങ്ങളുടെ ഇടയ്ക്ക് നന്ദി തോന്നുകയും എന്നാൽ സന്തോഷങ്ങൾ വരുമ്പോൾ സ്നേഹാനുഭവത്തിലേക്ക് വളരുകയും ചെയ്യുന്നു. ദൈവം എനിക്കൊരു ഉപകാരം ചെയ്തു എന്ന് എനിക്ക് അനുഭവം തോന്നുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യം നടത്തി തന്നു, എനിക്ക് പഠിച്ചത് നല്ല രീതിയിൽ പരീക്ഷയിൽ നടത്തി, ആദ്യം പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ എനിക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ എൻ്റെ വിസ പെട്ടെന്ന് ശരിയായി. ഇപ്പോൾ നമ്മൾ അതിനെ ഇന്ന് പൊതുവെ ജനങ്ങൾ അങ്ങനെ ഒരു തലത്തിലേക്ക് മാത്രം ദൈവത്തെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ നൊവേന സങ്കേതങ്ങളിലും ധ്യാന സെൻ്ററുകളിലും മാത്രം ശരണം വെച്ച് അവിടെ തന്നെ ഒരു സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകും. അതായത് 7 ദിവസം ശരിയല്ലെങ്കിൽ 9 ദിവസത്തേക്ക് പോകും. ഞാൻ അവിടെ പറ്റണില്ല, ഉടമ്പടി ശരിയാവണില്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇങ്ങനെ അത് മാത്രം അന്വേഷിച്ചു പോകുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇതിനെ കാണുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവിടെ നമ്മളോട് പറയുന്നത്, കൊച്ചുറേശ് പറയുന്നത് നേരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ്. പരീക്ഷണങ്ങളിൽ നന്ദി പറയാനും അതുപോലെ വളരെ സന്തോഷങ്ങൾ തോന്നുന്ന ആ അവസരത്തിൽ അതൊരു സ്നേഹത്തിൻ്റെ വായ്പായിട്ട് ഞാനും ദൈവവും തമ്മിലുള്ള അടുത്ത് ഇടപഴകുന്ന ആ അനുഭവത്തിൻ്റെ ഒരു വലിയ ഒരു മാധുര്യമായിട്ട് അതിനെ കാണുകയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. അപ്പോൾ നമ്മൾ നോക്കി ഓരോ വിശുദ്ധരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ ഇങ്ങനെ വായിച്ചപ്പോൾ വാസ്തവത്തിൽ സാർവത്രിക മതബോധന ഗ്രന്ഥം പറയുന്നുണ്ട്, ഈ പ്രാർത്ഥന നടക്കാനായിട്ട് സഹായിക്കുന്നത് ദൈവം തന്നെയാണ്. അതെ. അപ്പോൾ നമ്മൾ ഞാൻ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്, എന്നിലെ ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തോട്, ത്രിത്വക ദൈവത്തോട്, അല്ലെങ്കിൽ ഏത് മതത്തിലായിക്കൊള്ളട്ടെ, അവർ ഈശ്വരനെ കാണുന്ന ആളുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ആ ആളുടെ വരം നമ്മുടെ ഉള്ളിൽ കൃപ ഉണ്ടാകണം. ഇപ്പം നമ്മൾ പലരും പറയും ഞാൻ ഇത്ര പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയണത് ഭയങ്കര തെറ്റായൊരു ദൈവശാസ്ത്രമാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തെ വശീകരിച്ച് ഇളക്കി മറിച്ച് ശരിയാക്കി നേടിയെടുക്കും എന്നൊക്കെ പറയണതിലെ വിശുദ്ധരായ ആളുകൾ അങ്ങനെ പറയൂല. അത് ബിഗിനേഴ്സാണ്, തുടക്കക്കാർക്കാണ് അങ്ങനെയൊക്കെയുള്ള ചിന്ത. ഞാൻ ഏതാണ്ട് പ്രാർത്ഥിച്ച് ശരിയാക്കണ ഒരു സാധനം. കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഞാനും ദൈവവും തമ്മിലുള്ള ഒരു സാകല്യ അനുഭവമാണ്. അത് എനിക്ക് മാത്രം വിചാരിച്ച പറ്റൂല, മറ്റാൾ കൂടി അതിനെ സമ്മതിക്കണ്ടേ. അപ്പോൾ അതിപ്പോൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ തന്നെ സ്നേഹ അനുഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ പങ്കാളിയോട് സ്നേഹാനുഭവം ഉണ്ടായിട്ട് ഞാൻ അതിൻ്റെ ഏറ്റവും പൂർത്തീകരണമായ ഒരു ലൈംഗികമായ ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഒരു അനുഭവത്തിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ മാത്രം അത് ഒരു സ്നേഹാനുഭവമായിട്ട് മാറുന്നില്ല. ഇതൊരു പങ്കാളിത്ത ജീവിതമായതുകൊണ്ട് രണ്ടു കൂട്ടർക്കും തുല്യമായ രീതിയിൽ ഒരു അനുഭവത്തിലേക്ക്, സന്തോഷത്തിലേക്ക് വരുമ്പോൾ മാത്രം. അതുപോലെ തന്നെയാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനെ തേടിയുള്ള ദൈവത്തിൻ്റെ യാത്രയും ദൈവത്തെ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയും സംഗമിക്കുന്ന ഒരു പോയിന്റ്. അത് സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സംസർഗത്തിലുണ്ടാകുന്ന ഒരു അനുഭൂതിയാണ് പ്രാർത്ഥന എന്ന് പറയാനാണ് എനിക്ക് കുറച്ച്, അത് എൻ്റെ സ്വന്തമായിട്ട് തോന്നുന്നതല്ല, കാരണം അതിൽ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ എൻ്റെതായ രീതിയിൽ എനിക്ക് അങ്ങനെ പറയണമെന്നാണ് തോന്നുന്നത്. ദൈവം മനുഷ്യനെ തേടി ഇറങ്ങുന്നു, മനുഷ്യനെ ദൈവം ദാഹിക്കുന്നുണ്ട് എന്നാണ് ഈ ഗ്രന്ഥം പറയുന്നത്. അഗസ്റ്റിൻ അതാ പറയുന്നത്, ദൈവത്തിന്റെ ദാഹവും മനുഷ്യന്റെ ദാഹവും ഒന്നു ചേരുന്ന. അപ്പോൾ അതുകൊണ്ടായിരിക്കും സാർവത്രിക മതബോധന ആ ദാഹം എന്നുള്ള വാക്ക്. കാരണം ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ദാഹം കൊണ്ടാണ് അവൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അവന് ഒരു പ്രാർത്ഥനയിൽ ഏർപ്പെടാൻ, ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ, പ്രാർത്ഥന എന്ന് പറയുന്നതിന് ഒരു സംഭാഷണമെന്ന് പലരും പറയുന്നത് അതുകൊണ്ടാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ നടക്കുന്ന സംഭാഷണം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്.
അപ്പോൾ ദൈവത്തിന് ത്രിത്വക ദൈവത്തിന് അവനായിരിക്കുന്നത് എന്താണോ അത് പങ്കുവെക്കാനായിട്ടുള്ള ഒരു ദാഹം. ഒരു ഇറങ്ങിവരവുണ്ട്, ഒരു ദാഹമുണ്ട്. അത് നമ്മൾ ആ സമരിയക്കാർ സ്ത്രീയുടെ എനിക്ക് ദാഹിക്കുന്നു പറയുമ്പോൾ സാധാരണ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ മനസ്സിലാക്കുന്നത് യേശുവിന് വെള്ളം കുടിക്കാൻ നടന്ന് ക്ഷീണിച്ച് കരയിൽ വന്നിരുന്ന് കുടിക്കാനായിട്ട് വെള്ളം വേണമെന്നാണ്. പക്ഷേ അതിനെ യോഹന്നാൻ ശ്ലീഹ വളരെ വ്യത്യസ്തമായ ഒരു തലത്തിൽ നിന്നാണ് കാണുന്നത്. അതായത് രക്ഷയുടെ, അതുകൊണ്ടാണ് കർത്താവ് പറയണത്, നീ എനിക്ക് തരുന്ന വെള്ളം അതല്ല, പക്ഷെ ഞാൻ എനിക്ക് തരാൻ നിനക്ക് സാധിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നീ അറിഞ്ഞാൽ പിന്നെ നീ വെള്ളം കുടിക്കാനും കോരാനും ഇവിടെ വരൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നീട് അവൾക്ക് വെള്ളം കുടിക്കാണ്ട് ജീവിക്കാൻ പറ്റുന്നൊന്നുമല്ല. പക്ഷേ അത് ആത്മീയമായ ഒരു സന്തോഷത്തിൻ്റെ അരുവിയെക്കുറിച്ചാണ് സെൻറ്റ് ജോൺ അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ദൈവം നമ്മളെ ദാഹിക്കുന്നു, മനുഷ്യൻ ദൈവത്തെ ദാഹിക്കുന്നു. രണ്ടു കൂട്ടർക്കും ദാഹം ഉണ്ടാകുമ്പോൾ ആ ദാഹത്തിൻ്റെ ഒടുവിൽ അവർ ഒരു സ്ഥലത്ത് ആർത്തലച്ച് കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരിക വിക്ഷോഭമാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്നൊക്കെ പറയാനാണ് എനിക്ക്. പക്ഷെ അപ്പോൾ ഒരു കാര്യം അതിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്, ഇങ്ങനെയുള്ളൊരു കാര്യമാണെങ്കിൽ പ്രാർത്ഥന നടക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യം, അത് സാർവത്രിക മതം അതിനെടുത്ത് പറയുന്നുണ്ട്, എളിമയാണ്, വിനയമാണ്. വിനയ അനുഭവമുള്ളവന് മാത്രമേ ഈ സ്വീകരിക്കാൻ, ഞാൻ കണ്ടുമുട്ടാൻ ചെല്ലുന്ന ആ അനുഭവം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ബൈബിളിൽ വേറൊരു സംഭവം കാണുന്നുണ്ടല്ലേ, ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന രണ്ടുപേര്, അതിൽ ചുങ്കക്കാരനും ഉണ്ട് ഫരിസായനും ഉണ്ട്. ചുങ്കക്കാരന് അങ്ങോട്ട് കടക്കാൻ തന്നെ ഭയമായിട്ട് വാതിലിന്റെ അറ്റത്ത് നിന്നിട്ട്, ദൈവമേ കയറി വരാനുള്ള യോഗ്യത എനിക്കില്ല, പാപിയായ എന്നിൽ കനിയണമേ. എന്നാൽ ഫരിസായൻ മുകളിൽ പോയിട്ട് പറയണത്, ഞാൻ ആ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ ആളിച്ചിരി മേൽത്തരം ജാതിയാണ്, നീ പറയുന്ന കൽപ്പനകളൊക്കെ എല്ലാം ഞാൻ പാലിക്കുന്നുണ്ട്. ഡബിൾ ചെയ്ത് 2 പ്രാവശ്യം പോകും, ഡബിൾ ഉപവാസവും ഡബിള് കാര്യങ്ങൾ ദാനധർമ്മവും. ഇനി നീ എന്നെ അങ്ങോട്ട് എടുത്തേച്ചാ മതി, നീ മാറിയിട്ട് ഞാൻ അവിടെ ഇരിക്കാൻ പറ്റുവാണെങ്കിൽ നിനക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള പോലെ പറ്റില്ല. ദൈവത്തിനെ പോലും ആള് നിർബന്ധിച്ചിട്ട് പറയാണ്. അപ്പൊ കർത്താവ് അത് കഴിഞ്ഞിട്ട് പറയുവാണ്, അഹംഭാവത്തോടു കൂടി പ്രാർത്ഥിച്ച അവൻ ഒരിക്കലും നീതീകരിക്കപ്പെടുന്നില്ല. ഹീസ് നോട്ട് ജസ്റ്റിഫൈഡ്, അവൻ നീതീകരിക്കപ്പെടുന്നില്ല. എന്നാൽ ആ പുറകിൽ ഏറ്റവും എളിമയോടുകൂടെ നിന്ന് യാചിച്ച, അയോഗ്യത ഏറ്റുപറഞ്ഞ് ആ ഒരു വലിയ ദർശനത്തിന് വേണ്ടി മാപ്പുകൾ ചോദിച്ച് ജീവിച്ച ആ മനുഷ്യനാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുന്നത് എന്ന് പറയുന്നു. ഇതിൽ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോഴേ ചില ആൾക്കാരെ ചോദിക്കാറുണ്ട്, ഈ ആദോ ഹവ്വയൊക്കെ പ്രാർത്ഥിച്ചവരെന്ന് ചോദിക്കാറുണ്ട്. ആദോ ഹവ്വയാണല്ലോ ഇപ്പോൾ ആദിമാതാപിതാക്കൾ എന്ന് പറയുന്നത്. അവരെ ഈവനിങ്ങിലൊക്കെ അവർ ദൈവത്തിൻ്റെ കൂടെ ഉലാത്തിരുന്നൊക്കെ ബൈബിൾ പറയണില്ല. അവർക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ ചോദിക്കും. അവരെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നു എന്ന്, ഉലാത്തുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദൃശ്യ രൂപമാണ് ഈ ബൈബിൾ എഴുത്തുകാരൻ ഉപയോഗിച്ചിട്ടുള്ളത്. അവർ ഒരു സവാരിക്ക് ഇറങ്ങി, ഒരു ഉല്ലാസയാത്രയ്ക്ക് ഇറങ്ങി, സായാഹ്ന സവാരിക്ക് ഇറങ്ങി, അങ്ങനെ. അപ്പോൾ അതായത് ഈ സംഭാഷണത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തെയാണ് ഈ ഒരു യാത്രയായിട്ട്, ഒരു സായാഹ്ന സവാരിയായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത്. ഉലാത്തുന്ന ഒരു അനുഭവമാണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ്. ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളോട്, നമ്മളൊക്കെ പറയില്ലേ, നമ്മളിപ്പോൾ നമ്മുടെ നാടുകളിൽ 4 മണി ആയാൽ നമ്മുടെ കാർന്നവന്മാർ റിട്ടയർഡായിട്ട് കുറേ കൂടി CC അടഞ്ഞ് പോകാറായ നമ്മുടെ കാർന്നവന്മാർ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഔദ്യോഗികമായ എല്ലാ ജീവിതങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് ഇനിയിപ്പോൾ റെസ്റ്റൻ്റെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു 80-ൻ്റെ മീതിയൊക്കെയുള്ള നമ്മുടെ സാധാ മനുഷ്യർ നമ്മുടെ നാട്ടിൽ പലരും, പിന്നെ അത്യാവശ്യം സൗകര്യമുള്ളവനും ചെറിയ രീതിയിൽ പെൻഷൻ കാശൊക്കെ കിട്ടി എല്ലാ ദിവസവും ഉച്ചരിഞ്ഞ് പോയി ആ ചായക്കടയിൽ അവരെല്ലാവരും കൂടി, അല്ലെങ്കിൽ ഒരു ആൽത്തറയിൽ, അല്ലെങ്കിൽ ഒരു പള്ളിമുറ്റത്ത്, ഒരു പള്ളിപ്പടിയിൽ, അങ്ങനെ എവിടെയെങ്കിലും പോയി ചെന്നുത്തിരുന്നിട്ട് അവർ തമ്മിൽ ഒരു ചെറിയ നടക്കാൻ പോയിട്ട് വാടാ എന്നറിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന ഒരു സംഭാഷണം. അതും ഹവ്വയുമായിട്ട് ദൈവത്തിനുണ്ടായിരുന്ന ആ ഒരു അടുപ്പത്തെയാണ് വാസ്തവത്തിൽ അതിലൂടെ പറയുന്നത്. അപ്പോൾ അതൊരു പ്രാർത്ഥന തന്നെയായിരുന്നു. വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ അവിടേക്ക് വരികയാണ്. അതൊരു സംഭാഷണമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള, നേരത്തെ പറഞ്ഞ പോലെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭവത്തിലായിരിക്കുന്നത് എന്തും പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ദൈവിക സാന്നിധ്യം അനുഭവിക്കുക. ദൈവിക സാന്നിധ്യവും ദൈവവും മനുഷ്യന്റെ സാന്നിധ്യവും അനുഭവിക്കുന്നു, രണ്ടു കൂട്ടരും. ആ രണ്ട് സാന്നിധ്യത്തിൽ വരുന്ന ഒരു കാര്യം. ഇപ്പോൾ നമ്മൾ ആദവും ഹവ്വയും സാറ് ചോദിച്ചതുകൊണ്ട് അതിനെക്കുറിച്ച്
ഇതിലും പറയുന്നുണ്ട്. എനിക്കതിൽ അവർ ഉലാത്തനേക്കാളൊക്കെ മുമ്പ് തന്നെ ഞാൻ ആ ബൈബിൾ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കുമായിരുന്നേ. അപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് അതിൽ ആദ്യം ഇതിൽ വിവരണം അനുസരിച്ച്, വിവരണം നമുക്കറിയാം ഇതൊരു ചരിത്രപരമായ വിവരണമല്ല, ശാസ്ത്രീയമായ വിവരണവുമല്ല. പക്ഷേ എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, ആ സൃഷ്ടിച്ചു കഴിഞ്ഞ മനുഷ്യനുമായിട്ട് ദൈവം എങ്ങനെ ഇടപെട്ടു, അപ്പോൾ മനുഷ്യൻ എങ്ങനെ ദൈവത്തോട് ഇടപെട്ടു എന്നൊക്കെ ഇസ്രായേൽക്കാർ BC ഒരു 1000 1500 കൊല്ലം മുമ്പേ അവരനുഭവിച്ച ആ അനുഭവത്തെയാണ് അവരിതിലൂടെ വിവരിക്കുന്നത്. അപ്പോൾ അതിലൂടെ വിവരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആദ്യത്തെ ഒരു ഇതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് ഈ ആദ്യത്തെ ആണ് ആദ്യം സൃഷ്ടിച്ചതായിട്ട് പറയുന്നത്. എന്നിട്ട് പറയാണ് കർത്താവ് മനുഷ്യനെ അവിടെയാക്കി, അവിടുന്ന് അവനോട് കൽപ്പിച്ചു. ആദ്യം ഒരു കാര്യം കൽപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നീ തോട്ടത്തിലെ ഭക്ഷണമൊക്കെ കഴിച്ചോ, പക്ഷേ ഒരു ഭക്ഷണം കഴിക്കരുത് നടുക്കലെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നത് കർത്താവ് നോക്കുകയാണ്, അവന് പറ്റിയ ഒരാൾ ഇല്ല, അവൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവൻ ഏകാന്തനാണ് എന്ന് തോന്നുമ്പോൾ ഈ ദൈവത്തിന് പോലും ആ ഏകാന്തത അനുഭവപ്രദമാകുകയാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ സുഹൃത്തിൻ്റെ, താൻ സൃഷ്ടിച്ച ആ മനുഷ്യൻ്റെ, തൻ്റെ ഛായയും സാദൃശ്യവും പേറുന്ന അവനെ എന്നിൽ നിന്നും വളരെ വ്യത്യസ്തമായി സ്ഥലകാല ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ മനുഷ്യന് തന്നെ എന്തു വേണം? ഒരു തുണ വേണം, ഒരു സഹായി വേണം. അപ്പോൾ അവൻ്റെ പോലെ തന്നെയുള്ള ഒരാൾ വേണം. അപ്പോൾ അതിന് അവനോട് പറയുകയാണ് നീ, എന്നിട്ട് അവൻ്റെ ആ ശരീരത്തിൽ അവനൊന്ന് ഉറക്കിക്കിടത്തിയിട്ട് അവൻ്റെ തന്നെ ഭാഗമാണെന്ന് കാണിക്കാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിക്കുന്നത് പോലെയാണ്. അപ്പോൾ വാസ്തവത്തിൽ അവിടെ നമ്മൾ നടക്കണേ സ്ത്രീയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഉലാത്തുന്നതിൻ്റെ അപ്പുറത്ത് അതിനേക്കാളൊക്കെ വലിയ രീതിയിലുള്ള ഒരാഴമായ സ്നേഹബന്ധത്തിൻ്റെ പ്രകടനമാണ്. അതിലും ഭയങ്കര മനോഹരമുണ്ട്. അതിനു മുമ്പ് ഈ എല്ലാ സൃഷ്ടികളുടെയും മുന്നിൽ മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. എന്നിട്ട് ദൈവം അല്ല പേരിടണേ, അവനോട് പറയാണ് നീ ഇഷ്ടപ്പെട്ട പേരാ കൊടുത്തേ. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മുടെ ഒരു സ്നേഹബന്ധത്തിൽ വാസ്തവത്തിൽ നമ്മളെ തന്നെ പങ്കാളിയാക്കുന്ന അതായത് ഞാൻ ഇതിലൂടെ കാണുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അടിമ യജമാനോട് നടത്തുന്ന അഭ്യർത്ഥനയല്ല. അങ്ങനെയുള്ള ചില നിമിഷങ്ങളുണ്ടാകും. ഞാൻ അടിമത്തത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പാപങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുമ്പോൾ ഞാനൊരു അടിമയുടെ, ദാസൻ്റെ വശത്തേക്ക് പോകാം. കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ ദാസന്മാരായിട്ടല്ല സ്നേഹിതരായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് പഴയ നിയമത്തിൽ തന്നെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അവനോട് പറയുകയാണ് ലോകത്തിൻ്റെ സൃഷ്ടികൾക്ക് എല്ലാവർക്കും പേരിടാൻ പറയണമെങ്കിൽ ദൈവം ചെയ്യേണ്ട ഒരു ജോലി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ആ സൗഹൃദത്തിൻ്റെ ഇഴനൂൽ ബന്ധം എത്രയോ ശക്തമാണ്. അപ്പോൾ അതാണ് പ്രാർത്ഥന. അതായത് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ നാം ദൈവത്തിൻ്റെ തന്നെ ഉത്തരവാദിത്വത്തിൽ പങ്കാളിയാവും. അപ്പോൾ ഒരു പങ്കാളിത്തമാണ് പ്രാർത്ഥന അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത് അതിന്. അപ്പോൾ ഒരു പങ്കാളിത്ത അനുഭവമുണ്ട്. അത് കഴിഞ്ഞ് അവനെ തന്നെ അവൻ്റെ മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്ന ഒരു അവന് അസ്തിത്വാത്മകമായിട്ട് ഏകാന്തത വരാതെ അവനോട് ചേർന്ന് അവനെപ്പോഴും സംവദിക്കാവുന്ന ഒരു പങ്കാളിയെ കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ ആ മനസ്സിൽ തന്നെ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കേവലം ഒരു താൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടിയുടെ ഒരു ആവശ്യം മനസ്സിലാക്കലിൽ മാത്രമല്ല, ആ ആവശ്യത്തെ പൂർത്തീകരിച്ച് കൊടുക്കാൻ വേണ്ടി മനുഷ്യൻ ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ ദൈവം തന്നെ അതിനെ ഒരു മുൻകൈ എടുത്ത്, അതുകൊണ്ടായിരിക്കണം ഇന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് കയറി വായിക്കുന്നതല്ല, ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇതിലൂടെ നമ്മൾ കാണുന്നത് നേരത്തെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചുരുക്കി പറയുവാണെങ്കിൽ കേവലം ഹൃദയത്തിൻ്റെ ഒരു ഉയർച്ചയോ മനസ്സിൻ്റെ ഒരു ഉയർത്തലോ അല്ലെങ്കിൽ ഹൃദയത്തിൽ തോന്നുന്ന ഒരു ഫീലിങ്ങോ അല്ല, ഒരു വൈകാരികമായ അനുഭവത്തെക്കാളൊക്കെ അപ്പുറം ദൈവവുമായിട്ടുള്ള അസ്തിത്വത്തിൽ പങ്കുചേരുന്ന ഒരു അനുഭവത്തിലേക്ക്, പങ്കാളിയാകുന്ന ഒരു അനുഭവത്തിലേക്ക്, അത് ഞാനാകുന്ന വ്യക്തി പൂർണ്ണമായിട്ട് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഏതെങ്കിലും അവയവങ്ങളോ ഒന്നുമല്ല, നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഉൾച്ചേരുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമ്മളവിടെ പറയുന്നത്. നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാറായി. പ്രാർത്ഥനയെക്കുറിച്ച് ഇനിയുള്ള ക്ലാസ്സുകളിൽ വിശദീകരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അച്ഛനെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു.
മതബോധന ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗം പ്രാർത്ഥനയെക്കുറിച്ച് ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് തുടങ്ങി പ്രാർത്ഥനയുടെ ആ പ്രാരംഭ ഭാഗത്തെക്കുറിച്ചാണ് വിശദീകരിച്ചത്. ഇത് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.